ക്വാണ്ടം മെക്കാനിക്കൽ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് ആ ഐഡൻറ്റിക്കൽ എന്ന് പറയുന്ന ആ സംഗതി എന്നുള്ളതിനെക്കുറിച്ച് ഫിഫ്ത്തിൻ്റെ ടെക്സ്റ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. The fact is that all electrons are utterly identical in a way that no two classical objects can ever be. നമ്മൾ രണ്ട് സാധനം ഒരുപോലെയാണ് എന്ന് ക്ലാസിക്കലി നമ്മളിപ്പോൾ രണ്ട് ബോൾസ് ഒരുപോലെയാണ് അല്ലെങ്കിൽ രണ്ട് ആൾക്കാർ കണ്ടാൽ ഒരുപോലെയാണെന്ന് പറയുന്നത് പോലെയല്ല നമ്മൾ രണ്ട് ഇലക്ട്രോൺസ് ഐഡൻറ്റിക്കൽ ആണ് എന്ന് പറയുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദാറ്റ് വി ഡോണ്ട് ഹാപ്പൻ ടു നോ വിച്ച് ഇലക്ട്രോൺ ഇസ് വിച്ച്, ഈവൻ ഗോഡ് ഡസൻ നോ വിച്ച് ഇസ് വിച്ച്. ഇത് ഉണ്ടാക്കിയ ആൾക്ക് പോലും ഒരു ഇതിനു വേണ്ടി പറയുന്നതാണ്, ഉണ്ടാക്കിയ ആൾക്ക് പോലും അറിയില്ല ഇതിലേത് ഇലക്ട്രോൺ ആണ് അതാണ് ഇത് എന്ന്. ഓക്കെ, because there is no such thing as this electron or that electron, and all we can legitimately talk about is an electron. ഒരു ഇലക്ട്രോൺ എന്നേ പറയാൻ പറ്റില്ല, അത് ഈ ഇലക്ട്രോൺ ആണോ ആ ഇലക്ട്രോൺ ആണോ എന്നുള്ള യാതൊരു, അത്രയും ഐഡൻറ്റിക്കൽ എന്ന് പറയുന്നതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മൂർത്തമായിട്ടുള്ള ഭാവമാണ് ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്കൽ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ്. ഓക്കെ, സോ വി ആക്ച്വലി ഡോണ്ട് നോ വിച്ച് വൺ ഈസ് വിച്ച്. അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണിനെ ലേബിൾ ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ്, അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബേസിക്കലി വി വിൽ സ്റ്റാർട്ട് വിത്ത് one particle problem and we extend this into a two particle system ആണ് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പം ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന സമയത്ത് വി വിൽ യൂസ് എ ബിറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് വി ഓൾറെഡി ലേൺ. അതായത് നമുക്ക് അറിയാം, ഇറ്റ്സ് ഐദർ വൺ സിസ്റ്റം വിത്ത് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ വിത്ത് ബോസ് ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ ബോസോൺസ് അല്ലെങ്കിൽ ഫെർമിയോൺസ് എന്ന് പറയുന്ന നമ്മുടെ പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അപ്പോൾ അവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ അതിൻ്റെ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട് ബൈ ജനറൽ ഇൻട്രൊഡക്ഷൻ ടു വൺ പാർട്ടിക്കിൾ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഗ്ലിംസ്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്, പാർട്ടിക്കിൾ ഓഫ് മാസിയം അല്ലേ, മാസിയം which is under a potential energy, just having a potential energy, suppose this is in a one dimensional problem in a V of x. Okay, V of x in a potential energy ഉണ്ടെങ്കിൽ obviously you can write a Hamiltonian with that. This is equal to a kinetic energy term, that is a px square upon 2m plus this V of x. Okay, so this m is evidently the mass of that particular particle, and this is V of x in which the particle under which the particle potential energy under which the particle is situating. Okay, അപ്പോൾ ഇത് അറിയാമെങ്കിൽ we can directly write the time independent Schrodinger equation, that is HI which is equal to Psi. നിങ്ങളുടെ പൊട്ടൻഷ്യലിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ ഇഫ് യു നോ ദ പൊട്ടൻഷ്യൽ വെരി വെൽ. ഇപ്പോൾ ഞാനിവിടെ വി ഓഫ് എക്സ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, സപ്പോസ് ഐ ഡോണ്ട് നോ ദ ഫങ്ഷണൽ ഡിപ്പെൻഡൻസ് ഓഫ് എക്സ് ഓൺ വി, ദെൻ ഐ കനോട്ട് എക്സാക്ട്ലി സോൾവ് ദിസ് പ്രോബ്ലം. ഓക്കെ, സോ നമ്മൾ എങ്ങനത്തെ എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ എനർജികളെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. For example, infinite potential well, you know, harmonic oscillator, you know, suppose in a 3 dimension ആണെങ്കിൽ ഹൈഡ്രജൻ ആറ്റം you know, അല്ലെങ്കിൽ 1 dimension തന്നെയാണെങ്കിൽ ഡെൽറ്റ ഫംഗ്ഷൻ പൊട്ടൻഷ്യൽ you know. അപ്പോൾ അങ്ങനെയുള്ള പൊട്ടൻഷ്യലുകൾ ഒക്കെ ആണെങ്കിൽ we can exactly solve this system. ഓക്കെ, അപ്പം വി ഓഫ് എക്സിൻ്റെ ഫങ്ഷണൽ ഫോം അറിയാമെങ്കിൽ, ആ അറിയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആണ് എങ്കിൽ നമുക്ക് ആരെ സോൾവ് ചെയ്യാം, ഈ പറയുന്ന എച്ച് ഐ ഈക്വൽ ടു വി സൈനെ സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും, we will get a set of eigen functions science and the corresponding eigen values ex. പിന്നീട് അതിൻ്റെ ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ട് അതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ ഈ സൈനുകളെ we can construct an orthonormal basis from this, out of this, and with that we can span a Hilbert space in which each and everything is perpendicular to one another. ഓരോ സ്റ്റേറ്റുകളും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, ഇപ്പോൾ എൻ ആണെന്നുണ്ടെങ്കിൽ എൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഓർത്തോ നോർമൽ ബേസിസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് നമ്മുടെ ആ സിസ്റ്റത്തിൻ്റെ ഏത് സ്റ്റേറ്റിനെ വേണമെങ്കിലും ഒരു വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ആസ് ടൈം ഗോസ് ഓൺ ദ സ്റ്റേറ്റ്, സപ്പോസ് ദിസ് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം വിച്ച് ഐ റെപ്രസെൻറ്റഡ് ഇൻ ദ ഹിൽബർട്ട് സ്പേസ്, ഇറ്റ് കുഡ് ബി ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ദ ടൈം. അതിനിങ്ങനെ ടൈം അനുസരിച്ച് മാറുന്ന ഏത് സമയത്തും
ഏത് പൊസിഷനിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷൻ ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പരിപാടി. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് എൻറ്റയർലി അബൌട്ട് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം. So you can write any term in this form, that any state of the system psi, which represented by summation over n Cn, this psi n, and after a time t, you can see that there should be some phase factor e raised to minus I ENT by h cross. Okay. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് വേവ് ഫംഗ്ഷൻ. ആൻഡ് ഫ്രം ദ വേവ് ഫംഗ്ഷൻ യു ക്യാൻ ഡിറൈവ്, യു ക്യാൻ എക്സ്ട്രാക്ട് ഓൾ ദി അതർ ഫിസിക്കൽ ഒബ്സർവേബിൾസ് ഓഫ് ദി സിസ്റ്റം, റൈറ്റ്? എനർജി മാത്രമല്ല, നിങ്ങൾക്ക് മറ്റ് ഫിസിക്കൽ ഒബ്സർവേബിൾസ് ആയ പൊസിഷൻ്റെ, മൊമെൻറ്റത്തിൻ്റെ, ആംഗിൾ മൊമെൻറ്റത്തിൻ്റെ, അങ്ങനെ എല്ലാറ്റിൻ്റെയും എക്സ്പെക്ടേഷൻ വാല്യൂസും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. സോ ബൈ finding the wave function, what you are doing is you just solving the entire system, and you can find all kinds of physical observables related to the system ചെയ്യാമെന്നാണ് തത്വത്തിൽ പറയാം. ഓക്കെ, സോ ഇത് ആരെക്കുറിച്ചാണ്? ഇപ്പോൾ വൺ പാർട്ടിക്കിളിനെ കുറിച്ചാണ്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഹാവ് മോർ ദാൻ വൺ പാർട്ടിക്കിൾസ്? ഓക്കെ, more than one particle, basically it's more than one particle. Okay, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അതിൻ്റെ വേവ് ഫംഗ്ഷൻ എഴുതാൻ പറ്റുമെന്നാണ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് വൺ ഡയമെൻഷൻ പാർട്ടിക്കിൾ ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് വേവ് ഫംഗ്ഷൻ psi ഓഫ് എക്സിൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ there should be another wave function with respect to this. Okay, so remember this first x coordinate should label particle 1. particle 1 ന്റെ x coordinate എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇതിനെ x1 എന്ന് വിളിക്കും. particle 2 ന്റെ x coordinate എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇതിനെ x2 എന്ന് വിളിക്കും. so this must be the wave function of the particle 1, which is described by a position x1, coordinate x1, measured instantaneously measuring by position coordinate x1, and this is the wave function of the particle 2, which is measured using the coordinate x2. അപ്പോൾ ഇത് രണ്ടും രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേവ് ഫംഗ്ഷനുകളാണ്. അതായത് പാർട്ടിക്കിൾ 1 മാത്രം ഇരിക്കുന്ന സമയത്തുള്ള വേവ് ഫംഗ്ഷൻ, പാർട്ടിക്കിൾ 2 മാത്രം ഇരിക്കുന്ന സമയത്തുള്ള വേവ് ഫംഗ്ഷൻ, ഞാൻ അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് x1 x2 എന്ന് എഴുതി. ഓക്കെ, സോ ദ കമ്പൈൻഡ് വേവ് ഫംഗ്ഷൻ, if there are no interactions, okay, this psi of x1 x2 എന്ന് പറയുന്നത് is actually the product of this. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. കാരണം ഇതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, ബിക്കോസ് ദ വേവ് ഫംഗ്ഷൻ ഹാസ് ക്ലോസ് റിലേഷൻ ടു ദ പ്രോബബിലിറ്റി, വി യൂഷ്വലി മൾട്ടിപ്ലൈ ദ പ്രോബബിലിറ്റീസ് ഇഫ് ദ കമ്പൈൻഡ്. കമ്പൈൻഡ് പ്രോബബിലിറ്റികളെ നമ്മൾ എപ്പോഴും മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. ഓക്കെ, ആൻഡ് വരുന്ന പ്രോബബിലിറ്റികളെ നമ്മൾ എപ്പോഴും മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. വി ആഡ് ദ പ്രോബബിലിറ്റീസ് വെൻ ഇറ്റ് ഈസ് ഓർ, ഐദർ ദിസ് ഓർ ദാറ്റ്. ഓക്കെ, ബട്ട് വെൻ an and പ്രോസസ്, ഇതും അതും എന്ന് പറയുന്ന പ്രോബബിലിറ്റികൾ, ഒരുമിച്ച് വരുന്ന പ്രോബബിലിറ്റികളെ നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. സോ ദ സെയിം ടോക്കൺ ഹിയർ ആൾസോ വി മൾട്ടിപ്ലൈ ദീസ് ടു വേവ് ഫംഗ്ഷൻസ്. ഓക്കെ, right, and what about the energies? The energies, because this corresponding to the psi x1, we can have an energy of, that is En, which is equal to something like, and I can call this is a coordinate, a quantum number related to the first particle n1, and this should be, you have a energy that's maybe En2, and in case of energy, the total energy, we should add these two, En1 plus En2. ഇതാണ് നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം. ഈ ഫംഗ്ഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, എനർജികളെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇനി ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിനെ കൂടെ കൊണ്ടുവന്നാൽ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ഒരു ഫിസിക്കൽ എക്സാമ്പിളിൽ എങ്ങനെ വേവ് ഫംഗ്ഷനുകൾ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് പറയാം. ഓക്കെ, അതായത് സപ്പോസ് വി നീഡ് ടു ടേക്ക് എ ഫിസിക്കലി റിയലൈസബിൾ സിസ്റ്റം ഇൻ വിച്ച് എ പാർട്ടിക്കിൾ ഇസ് സിറ്റുവേറ്റഡ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും അറിയാവുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ടുള്ള നമ്മൾ എ പാർട്ടിക്കിൾ ഇൻ എ ഇൻഫൈനൈറ്റ് ഡീപ് പൊട്ടൻഷ്യൽ വെൽ സിസ്റ്റം എടുക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഓക്കെ, പൊട്ടൻഷ്യൽ വെൽ എടുക്കും. പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത് നമുക്ക് അറിയാം,
എന്നുള്ള സങ്കല്പത്തിലാണ്. ദിസ് ഇസ് കൺഫൈൻഡ് സിസ്റ്റം ഇൻ വൺ ഡയമെൻഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ഇതിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് നോട്ട് സ്റ്റോപ്പിംഗ് ഹിയർ, ദിസ് ഇസ് ഗോയിങ് ടു ഇൻഫിനിറ്റി. ഓക്കെ, and the thing is that all the other regions are blocked. ഇവിടെയൊക്കെ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ്. പാർട്ടിക്കിളിന് പിന്നെ വേറെ എവിടേക്കും പോകാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴും പൊട്ടൻഷ്യൽ വെല്ലിനെ പറ്റി പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ x=0ലും x=Lലും അല്ലെങ്കിൽ x=0ലും x=Aലും എന്ന് പറയുന്ന രണ്ട് പൊസിഷൻ കോർഡിനേറ്റ് കൊടുക്കും. അവിടെ തൊട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ ഇടയിലാണ് we say that this is equal to x=0, maybe this is equal to x=A. We say that the potential in between this is absolutely 0. ഇവിടുന്ന് ഈ ഒരു -∞ വരെയും അത് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ്. ഇവിടുന്ന് ഈ +∞ വരെ എന്താണ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ്. അല്ലാതെ ഈ രണ്ട് പോയിന്റിൽ മാത്രമല്ല ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഉള്ളത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി എ ഡിഫറെൻറ്റ് പ്രോബ്ലം. അത് വേറൊരു പ്രോബ്ലമാണ് അങ്ങനെ ചെയ്യുന്നത്, ഇവിടെ മാത്രം ഇൻഫിനിറ്റി വെക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. അതുകൊണ്ട് പാർട്ടിക്കിൾ ഒരിക്കലും ഇങ്ങോട്ട് വേവ് ഫംഗ്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുകയില്ല. ഓക്കെ, സോ ഇവിടേക്ക് പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ അബ്സല്യൂട്ട്ലി 0 ആണ്. ഇവിടെയാണ് പാർട്ടിക്കിളിന് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വേവ് ഫംഗ്ഷൻ ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഞാൻ വേവ് ഫംഗ്ഷൻ്റെ ഫോം വരയ്ക്കുകയാണെങ്കിൽ വേവ് ഫംഗ്ഷൻ ഇവിടുന്ന് ഇതുവരെ വേവ് ഫംഗ്ഷൻ ഇസ് 0, and here also the wave function is 0. Okay, and here you have some different features. Okay, depending on the energy. Okay, നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വേറൊരു ഫോമിലായിരിക്കും, ആൻഡ് സോ ആൻഡ് സോ. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ 1ഉം പാർട്ടിക്കിൾ 2ഉം ഇതിലിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കമ്പൈൻഡ് വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഇസ് psi of x1, x2 എന്ന് പറയുന്നത് പാർട്ടിക്കിൾ 1ൻ്റെ വേവ് ഫംഗ്ഷൻ. ദാറ്റ് ഇസ് psi of x1 ഇൻറ്റു psi of x2 എന്നാണ്. ഓക്കെ, എന്താണ് പാർട്ടിക്കിൾ 1ൻ്റെ വേവ് ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു when this is a potential well, that is equal to square root of 2/a sin n pi x by a. സോ ഇത് ആരുടെ ക്വാണ്ടം നമ്പറാണ്? 1ൻ്റെ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ n-ന് താഴെ ഞാനൊരു n1 by x1. So this is also x1 by a. Okay, and then I can have another wave function about x2. This is equal to, again, this is a square root of 2/a sin n pi x over a, and this is obviously for particle 2. Okay, x2ലാണ്, n2 ആണ് അതിൻ്റെ ക്വാണ്ടം നമ്പർ. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. 1 ഡയമെൻഷണൽ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ ഡയമെൻഷൻ ഇസ് 1/square root of length ആണ്. This is absolutely dimensionless at these two particles, and here also an 1/square root of length. Totally the dimension is 1/length. A two particle wave function dimension 1/length ആണ്. Quite similar to one particle in a 2 dimension. One particle in 2 dimension ആകുമ്പോൾ ഇതേപോലത്തെ വേവ് ഫംഗ്ഷൻ വരും. പക്ഷേ ഇവിടെ x1 x2 എന്നുള്ളതിന് പകരം x ഉം y ആണ് വരിക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ this will be x1 and x2. Okay, so dimension is still, it is equivalent to a single particle in 2 dimension, that is 1/length. Okay, and what about the energy? The energy E n1, n2 is equal to n1 square y square h close square by 2 ms square plus n2 square pi square h close square by 2 ms square. Okay, അപ്പോൾ ഇതാണ് ജനറലി ഇത് വേവ് ഫംഗ്ഷൻ എഴുതുന്ന ഒരു ഫോർമാറ്റ്. ഓക്കെ, ഇനിയാണ് നമ്മളിവിടെ നമ്മുടെ ആരെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇഫ് പാർട്ടിക്കിൾസ് ആർ ഐഡൻറ്റിക്കൽ? ഓക്കെ, ഐഡൻറ്റിക്കൽ ആവുന്ന സമയത്ത് അത് ഒബ്യേ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഐദർ ഇറ്റ് ക്യാൻ ബി it could be a boson or it could be a fermion. Okay, അപ്പോൾ ബോസോൺ ആവുന്ന സമയത്ത് of course they are identical, but regarding the ground state of the system, all particles can sit in the ground state എന്നാണ് അല്ലേ. ബോസോൺ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, all particles can sit in the ground state.
ഓക്കെ ഓക്കെ. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഫെർമിയോൺസ് എന്ന് പറയുന്ന സമയത്ത് ഫെർമിയോൺസിന് എല്ലാം ഇരിക്കാൻ പറ്റില്ല. എന്താണ്, ഒരേ എനർജി ഒരേ പോലെയുള്ള സ്പിന്നും എല്ലാം സെയിം ആയിട്ടുള്ള നോ ടു ഇലക്ട്രോൺസ് അല്ലേ, നോ ടു പാർട്ടിക്കിൾസ് വിത്ത് ഓൾ ദി സെയിം ക്വാണ്ടം നമ്പേഴ്സ് ക്യാൻ സിറ്റ്. അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ദർ ഇസ് സം റെസ്ട്രിക്ഷൻ ഫോർ ഫെർമിയോൺസ്. ലെറ്റ്സ് ഗോ ടു ബോസോൺസ് ഫസ്റ്റ്. ബോസോണിന് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, എല്ലാ പാർട്ടിക്കിൾസിനും ഇരിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് 2 ബോസോൺസ് ഉണ്ട്, ഐഡൻറ്റിക്കൽ ബോസോൺസ് ഉണ്ട്. ഇതേപോലെ പൊട്ടൻഷ്യൽ വെല്ലിൽ ഇരിക്കുകയാണ്. എന്താണ് അവരുടെ എനർജികൾ, എന്താണ് അവരുടെ വേവ് ഫംഗ്ഷൻ, എന്താണ് അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, എന്താണ് അവരുടെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഓക്കെ. സോ let me check. So that is first 2 bosons in a one dimensional. ഞാൻ എല്ലാം 1 ഡയമെൻഷനിലാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ 3 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ എക്സ്റ്റൻഷൻസ് പോസിബിൾ ആണ്. ഇതേപോലെ തന്നെ ഒരേ ആൾജിബ്ര തന്നെയാണ് നമ്മൾ എല്ലാവർക്കും ഉപയോഗിക്കുക. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് വി ഡീൽ വിത്ത് 1 ഡയമെൻഷണൽ സിസ്റ്റം. യു ക്യാൻ ഡയറക്ട്ലി എക്സ്റ്റെൻഡ് ദിസ് ഇൻ ടു എ 2 ഡയമെൻഷണൽ ഓർ 3 ഡയമെൻഷണൽ വെരി ഈസിലി. ഓക്കെ, അപ്പോൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ അതിൻ്റെ ചിത്രം ഒന്ന് വരയ്ക്കാം ആദ്യം. നമുക്കിവിടെ ഇങ്ങനെ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ എനർജി ലെവൽസ് എന്ന് വിചാരിക്കാം. ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എനർജി ലെവൽ എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് 0 ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഉണ്ടാവും. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടെ മുകളിൽ വേറൊരു എനർജി ലെവൽ ഉണ്ടാവും. ഓക്കെ, കുറച്ചും കൂടെ എനർജി ലെവൽ ഉണ്ടാവും. ഓഫ് കോഴ്സ് ഇഫ് യു നോ ദ പൊട്ടൻഷ്യൽ വെൽസ് എനർജി, ദിസ് ഇസ് നോട്ട് ഇക്യു സ്പേസ്ഡ് അല്ലേ, അത് n സ്ക്വയറിലാണ് എനർജി വാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ എനർജി ഗ്യാപ്പുകളൊന്നും ഒരേ യൂണിറ്റ്സിലായിരിക്കില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് കേസ് ഇങ്ങനെയാണ്. അതായത് പാർട്ടിക്കിൾ 1 എന്ന് പറയുന്നതും പാർട്ടിക്കിൾ 2 എന്ന് പറയുന്നതും ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഓഫ് കോഴ്സ് ഐ കനോട്ട് ഡിസ്റ്റിങ്വിഷ് വിച്ച് വൺ ഇസ് എ പാർട്ടിക്കിൾ 1 ആൻഡ് വിച്ച് വൺ ഇസ് എ പാർട്ടിക്കിൾ 2. അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും എനിക്കറിയാം രണ്ടും എന്തിലാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് എനർജി മെഷർ ചെയ്യുന്ന സമയത്തും അതിൻ്റെ വേവ് ഫംഗ്ഷൻസ് പറയുന്ന സമയത്തും ദർ ഇസ് നോ കൺഫ്യൂഷൻ, ബിക്കോസ് ഈവൺ ഇഫ് ഇത് 1 ഇത് 2 ആയാലും തിരിച്ചായാലും ആക്ച്വലി ദർ ഇസ് നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. ദാറ്റ് ഈസ് psi ഓഫ് x1 x2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇത് വരും, √2 2/a sin 1 x1/a into √, I can use another color for that, √2/a sin 1 x2/a. Okay, so this is labeled by n 1 1 because both are in the ground state. Okay, ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ യെല്ലോ ചെയ്തത് ഈ പാർട്ടിക്കിളാണ്, വൈറ്റ് ചെയ്തത് ഈ പാർട്ടിക്കിളാണെന്നുള്ളൊരു തത്വമൊന്നുമില്ല കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, രണ്ടും ഗ്രൗണ്ടിലാണെന്നുള്ള അസംഷനിലാണ് ചെയ്യുന്നത്. ഇനിയാണ് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ വാട്ട് അബൌട്ട് ദ എനർജി ഹിയർ, ആൻഡ് ഐ കൻ ഓൾസോ ഫൈൻഡ് ദ എനർജി. ദാറ്റ് ഇസ് E11 which is equal to, ഇതിൻ്റെ എനർജി എത്ര വരും? എനർജി എന്ന് പറയുന്നത് 1² π² h² 2ma² പ്ലസ് ഇതിൻ്റെ എനർജി 1² π² h² 2ma². Okay, so totally, suppose for convenience I'm calling this π² h² 2ma² some epsilon. എപ്സിലോൺ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇനി മുഴുവൻ ഞാൻ അങ്ങനെ എപ്സിലോൺ എന്ന് വിളിക്കുന്നത്, എപ്പോഴും ഇത് എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സോ യു ഹാവ് എ 2 എപ്സിലോൺ ഇസ് ദ എനർജി ആൻഡ് ദിസ് ഇസ് ദ വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇത് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഒരു പാർട്ടിക്കിൾ മുകളിലേക്ക് പോയാൽ മതി. ഓക്കെ, അത് ആരാണ് പോയതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. രണ്ടും താഴെ ഇരിക്കുന്ന സമയത്ത് രണ്ടും താഴെയാണെന്ന് പറയാം. ഒരാൾ മുകളിൽ പോയാൽ അതിൽ ആരാണ് മുകളിൽ പോയത്, ആരാണ് താഴെ ഇരിക്കുന്നതെന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ആരിരുന്നാലും ഒരേപോലെയാണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് സാധ്യതകളെയും കൂടെ ചേർത്തിട്ടുള്ള ഒരു സൂപ്പർ പൊസിഷനാണ് നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ് ആയിട്ട് എഴുതുക. ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ ആ സ്റ്റേറ്റിനെ ഒന്നുകൂടെ ഇവിടെ മാറ്റി വരയ്ക്കാം.
ഓക്കെ, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിനെ മാറ്റി വരയ്ക്കാൻ പോവാണ്. അതായത് ദർ ആർ ടു പോസിബിലിറ്റീസ്. ഐദർ this white can sit here or white can sit here, okay, or yellow can sit here. Of course there is no meaning in saying a white and yellow. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് ഒന്ന് ഇവിടെ ഒന്ന് അവിടെ എന്ന അർത്ഥത്തിലാണ്. ആക്ച്വലി ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഇറ്റ്സ് വൈറ്റ് ഓർ യെല്ലോ. നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണിനെ പെയിന്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. പക്ഷെ ഒന്ന് താഴെയും ഒന്ന് മുകളിലുമാണ്. അതിൽ ഏതാണ് താഴെ ഏതാണ് മുകളിൽ എന്ന് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് സാധ്യതകളുടെയും 1 താഴെ 2 മുകളിൽ, 1 മുകളിൽ 2 താഴെ, ഓക്കെ എന്ന് പറയുന്ന ഈ രണ്ട് സാധ്യതകളുടെയും കൂടെ ഒരു സൂപ്പർ പൊസിഷനാണ് നമ്മൾ ഇവിടെ ഇതിൻ്റെ വേവ് ഫംഗ്ഷനായിട്ട് എഴുതുക. ഓക്കെ, സൂപ്പർ പൊസിഷൻ. ഓക്കെ, അത് എന്ത് തരം സൂപ്പർ പൊസിഷൻ എന്നുള്ളതാണ്. ഓക്കെ, എന്ത് തരം സൂപ്പർ പൊസിഷൻ? നമുക്ക് ഒന്നുകിൽ സിമെട്രിക് ആയ അല്ലെങ്കിൽ ആൻറ്റി സിമെട്രിക് ആയ സൂപ്പർ പൊസിഷനുകളെ ഇതിന് സാധ്യമാവൂ എന്നും കൂടെ ഉണ്ട്. ഓക്കെ, എന്താണ് അത് കാരണം? കാരണം രണ്ട് പാർട്ടിക്കിൾസിനെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ ഞാൻ അതൊന്ന് അപ്പുറത്തെ പേജിൽ പറഞ്ഞിട്ട് വി വിൽ കം ബാക്ക്. ഓക്കെ, രണ്ട് പാർട്ടിക്കിളിനെ എക്സ്ചേഞ്ച് ചെയ്യാം. നമുക്ക് സൈ ഓഫ് x1 x2 എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് വയ്ക്കാം. സപ്പോസ് ഐ എക്സ്ചേഞ്ച് ദിസ് വേവ് ഫംഗ്ഷൻ, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഓക്കെ, സോ ഐ ഹാവ് എൻ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ സം p വിച്ച് എക്സ്ചേഞ്ച് ദിസ്. ഓക്കെ, സോ ദെൻ ഇറ്റ് ബിക്കംസ് സൈ ഓഫ് മേ ബി x1 ഉള്ള സ്ഥലത്ത് x2 വരും, x2 ഉള്ള സ്ഥലത്ത് x1 വരും. ഓക്കെ, I use this p operator on this psi of x2 x1. അപ്പോൾ എന്തുണ്ടായി? ഈ പാർട്ടിക്കിൾ വീണ്ടും തിരിഞ്ഞു, പഴയ പോലെ തന്നെ ആരായി? psi of x1 x2 ആയി. ഓക്കെ, യു ക്യാൻ അപ്ലൈ ദിസ് ഇൻ ടു എ ഹാമിൽട്ടോണിയൻ ഓർ പൊട്ടൻഷ്യൽ എനർജി ഓർ വാട്ട് എവർ. രണ്ട് പാർട്ടിക്കിൾ സിസ്റ്റത്തിനൊക്കെ നിങ്ങൾക്ക് ഈ പി ഓപ്പറേറ്റർ വെച്ച് ചെയ്താൽ, പി ഓപ്പറേറ്റർ 2 പ്രാവശ്യം ചെയ്താൽ പി സ്ക്വയർ ആക്ടിങ് ഓൺ psi വിൽ ബിക്കം psi. സെയിം സാധനം തന്നെ തിരിച്ചു കിട്ടും അല്ലേ? അതിനർത്ഥം എന്താണ്? പി സ്ക്വയർ ആക്ടിങ് ഓൺ psi വിച്ച് ഇസ് ഈക്വൽ ടു 1 psi, അഥവാ പി എന്ന് പറയുന്നതിന് 2 ഐഗൺ വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് +1 ഓർ -1. ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന പാരിറ്റി ഓപ്പറേറ്റർ. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മൾ സാധാരണ എഴുതിയ ഈ psi എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ആരുടെ വേവ് ഫംഗ്ഷനാണ്? എനർജിയുടെ വേവ് ഫംഗ്ഷനാണ്. അതിപ്പം ആരുടെ കൂടെ വേവ് ഫംഗ്ഷൻ ആവുന്നുണ്ട്? ഈ പറയുന്ന പി ഓപ്പറേറ്ററിന്റെ കൂടെ വേവ് ഫംഗ്ഷൻ ആവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ psi എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ എനർജിയുടെ വേവ് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ എടുത്തത്. പക്ഷെ ആരുടെ ഓപ്പറേറ്ററിന്റെയും കൂടെയാണ്? പി ഓപ്പറേറ്ററിന്റെയും കൂടെയാണ്. കാരണം പി ആക്ടിങ് ഓൺ psi ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും? +1 psi കിട്ടും. പി ആക്ടിങ് ഓൺ psi നമുക്ക് എന്ത് കിട്ടാം? -1 psi കിട്ടാം. നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? കാരണം പി സ്ക്വയർ ആക്ട് ചെയ്ത് എന്തായാലും 1 കിട്ടണം. അപ്പോൾ പിക്ക് 2 ഐഗൺ വാല്യൂ ആണ് പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, ഇങ്ങനെ വരുന്ന വേവ് ഫംഗ്ഷൻ നമുക്ക് പറയാം +1 വരുന്നത് നമ്മൾ സിമെട്രിക് ആണെന്ന് പറയും, -1 വരുന്നത് ആന്റി സിമെട്രിക് ആണെന്ന് പറയും. അതായത് ഇങ്ങനെയുള്ള ഈ ഐഡന്റിക്കൽ പാർട്ടിക്കിൾസിന്റെ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന് നിർബന്ധമായിട്ടും നമുക്ക് കിട്ടുന്ന ഐഗൺ വാല്യൂ ഒന്നുകിൽ സിമെട്രിക്, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ ഒന്നുകിൽ സിമെട്രിക് അല്ലെങ്കിൽ ആന്റി സിമെട്രിക് ആയിരിക്കണം എന്നുള്ളതും കൂടെ അവിടെ ഉണ്ട്. ഓക്കെ, അത് നോക്കൂ, അതാണ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞത്. ഇവിടെ ഉള്ള ഈ വേവ് ഫംഗ്ഷൻ എനർജിയുടെ വേവ് ഫംഗ്ഷൻ ആണ് അല്ലേ? നമുക്കിവിടെ നമ്മൾ ഇതേ കാര്യം തന്നെ ഇതേ വേവ് ഫംഗ്ഷന് തന്നെ എച്ച് ആക്ടിങ് ഓൺ psi ഈക്വൽ ടു സം E1 psi 1 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരേ വേവ് ഫംഗ്ഷന് തന്നെ പിക്കും ഓപ്പറേറ്റ് ചെയ്യാം, എച്ചിനും ഓപ്പറേറ്റ് ചെയ്യാമെങ്കിൽ what will be the commutator of p and h? Anybody? എന്തായിരിക്കും വരിക? ആർക്കെങ്കിലും പറയാമോ? എച്ചിനും പിയും ഒരേ സെറ്റ് ഓഫ് വേവ് ഫംഗ്ഷനുകളെ ഷെയർ ചെയ്യുന്നു, ഒരേ വേവ് ഫംഗ്ഷനുകൾ രണ്ടുപേർക്കും ഉപയോഗിക്കാൻ പറ്റുന്നു എങ്കിൽ what will be the commutator of the parity operator or exchange operator with the Hamiltonian? എന്തായിരിക്കും വരിക? നമ്മൾ ഇങ്ങനെയാണ് ഈ കമ്മ്യൂട്ടേറ്റർ പഠിച്ചത് തന്നെ. കാരണം ഒരേ സെറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് എന്നാണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ദിസ് വിൽ ബി 0. എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒന്നുകിൽ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കണം, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം? ആന്റി സിമെട്രിക് ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ പ്രോസസ്സിലേക്ക് പോവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം? ഡെഫിനറ്റ്ലി ഒരു സിമെട്രിക്കോ ആന്റി സിമെട്രിക്കോ കോമ്പിനേഷൻ ആയിരിക്കണം. ആൻഡ് വി ചൂസ് ഇറ്റ്സ് എ സിമെട്രിക് കോമ്പിനേഷൻ ആൻഡ് ഐ വിൽ ടെൽ വൈ ദിസ് ഇസ് എ സിമെട്രിക് കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ആ സിമെട്രിക് കോമ്പിനേഷനാണ് നമ്മൾ അടുത്തായിട്ട് എഴുതാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം.
നോക്കൂ എന്താണ് ഈ വേവ് ഫംഗ്ഷൻ വരിക. ദിസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് സ്റ്റേറ്റിന്റെ പാർട്ടിക്കിൾ 1 എവിടെയാണുള്ളത്? പാർട്ടിക്കിൾ 1 സ്റ്റേറ്റ് 1ലാണ് 2/a സൈൻ 1πx1/a. പാർട്ടിക്കിൾ 2 എവിടെയാണുള്ളത്? പാർട്ടിക്കിൾ 2 2/a n 2ലാണ് 2πx2/a. ഓക്കെ. മറ്റേ രണ്ടാമത്തെ വേവ് ഫംഗ്ഷൻ എന്താണ്? പാർട്ടിക്കിൾ 1 എവിടെയാണ്? പാർട്ടിക്കിൾ 1 2ലാണ്. 2/a സൈൻ 2πx1/a. പാർട്ടിക്കിൾ 2 എവിടെയാണ്? So that is 2/a sine 1πx2/a. Okay. So these are the two different possibilities. അവരുടെ ഒരു സിമെട്രിക് ആയ കോമ്പിനേഷൻ, സിമെട്രിക് ആയ സൂപ്പർ പൊസിഷൻ ആണ്. ഓക്കെ. So since it is symmetric, I am using a plus sign here, and the probability amplitudes are equal, 1/√2 here and 1/√2. Okay. So this is the first excited state, psi12 of this x1, x2, or psi12, or you can call it psi21, but it is indistinguishably the same. Okay. എന്തുകൊണ്ടാണ് സിമെട്രിക് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഈ വേവ് ഫംഗ്ഷൻ ഇത് താഴേക്ക് വന്നു എന്ന് വിചാരിക്കാം, 2 താഴേക്ക് വന്നു എന്ന് വയ്ക്കാം, അതായത് ഇത് താഴേക്ക് വന്നു എന്ന് വയ്ക്കുക, രണ്ടും താഴെയാണെന്ന് വയ്ക്കാം. താഴെയാണെങ്കിൽ എന്താ അർത്ഥം? x2ൻ്റെ അവിടെയും 1 വരും, x1ൻ്റെ അവിടെയും 1 വരും, അല്ലേ? എല്ലാം 1ലിരിക്കും. അങ്ങനെ വന്നാലും ഈ വേവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം. കാരണം അങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്. അത് ആരായിരിക്കണം? ഈ പഴയ വേവ് ഫംഗ്ഷൻ ആയിട്ട് തിരിച്ചു കിട്ടണം. ഓക്കെ. അത് കിട്ടും എങ്ങനെയാണെങ്കിൽ ഇത് ഈ 1/√2 ഈ ഒരു സിറ്റുവേഷൻ ആണ്, പ്ലസ് ആണെങ്കിൽ. ഓക്കെ. whereas you will not get it if it is a minus combination, and that is used for fermions. അത് നമ്മൾ ചെയ്യും. ഓക്കെ. and you can also check about the energy of the system. ഇതിൻ്റെ എനർജി എത്രയാണെന്ന് നോക്കാം. എത്രയായിരിക്കും എനർജി? ഈ ഒരു ടേമിൻ്റെ മാത്രം എനർജി ഞാൻ എഴുതുകയാണെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, സോ ഇറ്റ് വിൽ ബി 1 എപ്സിലോൺ. ഇവിടെ 2 ആണ്, സോ ദാറ്റ് ഇസ് എ 2 സ്ക്വയർ. ദിസ് ഇസ് ആക്ച്വലി 1 സ്ക്വയർ എപ്സിലോൺ ആൻഡ് ദിസ് ഇസ് എ 2 സ്ക്വയർ എപ്സിലോൺ. ഓക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര വരും? യു ഹാവ് എ 5 എപ്സിലോൺ. ഇവിടെ എത്ര വരും? ഇവിടെ അതെ, യു ഹാവ് എ 2 സ്ക്വയർ എപ്സിലോൺ. ഇവിടെ യു ഹാവ് എ 1 സ്ക്വയർ എപ്സിലോൺ. എങ്ങനെയാണ് 2 സ്ക്വയർ എപ്സിലോൺ എന്ന് മനസ്സിലാക്കണം. ഇവിടെ എന്നിൻ്റെ വാല്യൂ 2 ആണ്, സോ 2 സ്ക്വയർ പൈ സ്ക്വയർ h ക്രോസ് സ്ക്വയർ ബൈ 2ma സ്ക്വയർ എന്നാണ് ഒന്നിൽ വരിക. ഒരു 1 സ്ക്വയർ പൈ സ്ക്വയർ. സോ ദിസ് ഇസ് ഓൾസോ 5 എപ്സിലോൺ. ഓക്കെ. സോ വാട്ട് അബൌട്ട് ദി ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി കനോട്ട് ബി 10 എപ്സിലോൺ. എന്താ കാരണം? ഇവിടെ നോക്കുക, ഇവിടെ ഒരു 1/2 ഉണ്ട്, അല്ലേ? അതുകൊണ്ട് 1/√2 ഉണ്ട്. സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 5 എപ്സിലോൺ പ്ലസ് ദിസ്. ഇവിടെ ആരുണ്ട്? ഒരു 1/√2 ഉണ്ട്. സോ 1/2 ഇൻറ്റു 5 എപ്സിലോൺ എന്ന് പറയുമ്പോൾ ആര് തന്നെ വരും? ടോട്ടൽ എനർജി റിമെയിൻസ് ടു ബി 5 എപ്സിലോൺ. ഓക്കെ. പക്ഷേ അതിന് 2 പോസിബിലിറ്റികളെ കൂടെ ചേർത്തിട്ടുള്ള സൂപ്പർ പൊസിഷൻ എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാർട്ടിക്കിൾസിനെ എക്സൈറ്റ് ചെയ്യുകയും ഡി എക്സൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന വേവ് ഫംഗ്ഷനുകളാക്കി മാറ്റി എഴുതാം. ഇങ്ങനെയാണ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിൻ്റെ ബോസോണിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ഓക്കെ ആണെങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെയുള്ളത് ഓക്കെ ആണെങ്കിലൊന്ന് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്ത് തരുന്നത് ചെയ്യാം. അപ്പോൾ നമ്മളിനി അടുത്തത് പോകുന്നത് നമ്മൾ ഇതേപോലെ ഫെർമിയോൺസിൻ്റെ കേസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഫെർമിയോൺസിൻ്റെ കേസിന് വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ ഐ ക്യാൻ ആൾസോ ഡ്രോ ദി വെൽ ഹിയർ ആൻഡ് വെൽ വിത്ത് ദി എനർജി ലെവൽസ്. ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ നമുക്ക് നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഹാമിൽട്ടോണിയൻ തുടങ്ങിയ സമയത്ത് പാർട്ടിക്കിൾ ഓഫ് മാസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഐ ഹാവ് ഇൻ കൺസിഡർ എനി സ്പിൻ ഓഫ് ദിസ് ഇലക്ട്രോൺ യെറ്റ്. കാരണം നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ തുടക്കത്തിലെ
ആരെ ഉപയോഗിച്ചത്? എച്ച് ഐ ഈക്വൽ ടു ഇ ആണ് ഉപയോഗിച്ചത്. എച്ച് ഐ ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. ഇതിൽ ആരില്ല? അതിൽ സ്പിന്നില്ല. അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കുന്ന ഒരു കാര്യമാണ്. വിച്ച് ഇക്വേഷൻ നോട്ട് ട്രീറ്റിംഗ് ക്വാണ്ടം മെക്കാനിക്കൽ സ്പിൻ. സ്പിന്നിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഇല്ല ആര്യൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അതിൻ്റെ അർത്ഥം അത് സ്പിൻ ഇല്ലാത്ത പാർട്ടിക്കിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പിൻ ഇല്ലാത്ത പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഫെർമിയോൺസിന് ഒരു സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റില്ല. സോ ദർ ഇസ് എ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വിച്ച് ആക്ച്വലി blocks these two identical electrons to sit in the same state. Okay, അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ബോസോൺ പറഞ്ഞ പോലത്തെ ഇങ്ങനെയുള്ള ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ആർക്കും ഉണ്ടാവില്ല, ഫെർമിയോൺസിന് ഉണ്ടാവില്ല. പകരം ഫെർമിയോൺസിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നെ ഒരു പാർട്ടിക്കിൾ ഇവിടെയും അല്ലെങ്കിൽ അടുത്ത പാർട്ടിക്കിൾ ഇവിടെയും എന്ന സങ്കല്പത്തിലായിരിക്കും. ഓക്കെ, so of course there is the same confusion arises which particle is in the ground or which particle is in the excited state. So you use the same idea here that ഇതിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെയും കൂടെ ഒരു സൂപ്പർ പൊസിഷൻ എന്നുള്ള അർത്ഥത്തിൽ, ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെയും കൂടെ ഒരു സൂപ്പർ പൊസിഷൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചെയ്യും. ഓക്കെ, ബട്ട് വാട്ട് കൈൻഡ് ഓഫ് സൂപ്പർ പൊസിഷൻ? ദാറ്റ് ഇസ് വെരി പർട്ടിക്കുലർ. യു കൻ ഐദർ ഹാവ് എ സിമെട്രിക് ഓർ ആന്റിസിമെട്രിക്. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഈ പാർട്ടിക്കിൾ താഴെ വരുന്ന ഒരു സിസ്റ്റം ഇതിൽ സംഭവിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വി യൂസ് ആൻ ആന്റിസിമെട്രിക് കോമ്പിനേഷൻ ആസ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എഴുതുന്നത് ഒരു ആന്റിസിമെട്രിക് കോമ്പിനേഷൻ ആണ്. ഓക്കെ, so that I can write this is the ground state of psi x1 or x2, or you can label this is rather than the 1 or you can label this is the ground state or first excited state or etc. So this is the ground state. Here you have this is the first excited state. Okay, so rather than labeling it's a 1 2 or 2 1, here it is the ground state of the antisymmetric combination which will be equal to എങ്ങനെ ഇരിക്കും വരിക? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ, പക്ഷേ അവിടെ പാർട്ടിക്കിൾ 1 1 2 2 തിരിച്ച് 1 2 2 1, പക്ഷേ ഒരു 1/√2 കോമ്പിനേഷൻ തന്നെ നടുവിൽ ആരായിരിക്കും? മൈനസ് ആയിരിക്കും. ഒന്ന് എഴുതി നോക്കി എല്ലാവരും ആ വേവ് ഫംഗ്ഷൻ സ്വന്തമായിട്ട്. Okay, എങ്ങനെ വരും? This is equal to 1/√2 into particle 1 √2 by a sin 1 pi x1 by a into particle 2, that is √2 by a sin 2 pi x2 by a, right, minus 1/√2 into √2 by a sin 2 pi x1 by a into square root of 2 by a sin 1 pi
x2 by a. ഓക്കെ, നോക്കൂ ഇവിടെ നിങ്ങൾ x1 പാർട്ടിക്കിൾ 1നെയും 1ലേക്ക് 2വിനെയും 1ലേക്ക് കൊണ്ടുവന്നാൽ ഈ ടേമും ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും വളരെ ഐഡന്റിക്കലായി മാറും അല്ലേ. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് യു ബ്രിങ് x2 ടു 1 സ്റ്റേറ്റ് ആൻഡ് x1 ടു 1 സ്റ്റേറ്റ്, രണ്ട് 1ലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഓക്കെ, ഇവിടെ x1 1, ഇവിടെ x2 എന്നുള്ള ഇവിടെ എന്തൊരു 1 പൈ x2 വരും, ഇവിടെ 1 പൈ x1 വരും, 1 പൈ x2 വരും. ഈ രണ്ട് ടേമും ഐഡന്റിക്കൽ ആവും. ദിസ് വിൽ ബി 0. അപ്പോൾ അങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ ഇല്ല, ദ വേവ് ഫംഗ്ഷൻ വിൽ വാനിഷ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ രണ്ട് പാർട്ടിക്കിളിനെ ഒന്നിലേക്ക് ബ്രിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ വേവ് ഫംഗ്ഷനെ നിങ്ങൾ ഇങ്ങനെ സപ്രസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ. സോ യു കനോട്ട് ബ്രിങ് ഡൗൺ ദിസ് പാർട്ടിക്കിൾ ഹിയർ. ഓക്കെ, അതാണ് സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന ഡീജനറസി പ്രഷർ എന്ന് പറയുന്ന സാധനം. ഡീജനറസി പ്രഷർ അതൊരു പ്യുവർ ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനൻ ആണ്. അതായത് യു കനോട്ട് ബ്രിങ് ഡൗൺ ദിസ് വൺ ഹിയർ, അപ്പം ദർ ഈസ് സം പ്രഷർ. ഈ സാധനം നമ്മളിപ്പോൾ പറയാം എല്ലാ ഫോഴ്സും ഇറ്റ് കുഡ് ബി ഡിറൈവ്ഡ് ഫ്രം വൺ ഓഫ് ദി ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു സാധനമേ അല്ല ഇത്. അതായത് ഇറ്റ് ഈസ് നൈദർ ഗ്രാവിറ്റേഷണൽ, ഇറ്റ് ഈസ് നൈദർ ഇലക്ട്രോമാഗ്നറ്റിക്, ഇറ്റ് ഈസ് നോർ ന്യൂക്ലിയർ, വീക്ക് ഓർ സ്ട്രോങ് ന്യൂക്ലിയർ. ഇതൊന്നും അല്ലാത്ത ഒരു പുതിയ ഫോഴ്സാണ് ഈ പറയുന്ന രണ്ട് ഇലക്ട്രോണിനെ നിങ്ങൾ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ആൻഡ് ദിസ് ഈസ് അബ്സല്യൂട്ട്ലി എ ക്വാണ്ടം മെക്കാനിക്കൽ ഒറിജിൻ ആൻഡ് ദിസ് ഈസ് നോട്ട് എ ക്വാണ്ടം വളരെ നമ്മളിപ്പോൾ പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ എന്ന് പറയുന്ന സമയത്ത് വളരെ ചെറിയ പാർട്ടിക്കിൾസിന് മാത്രം സംഭവിക്കുന്ന എന്ന അർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ അങ്ങനെയല്ല. കാരണം ഇതിന് വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള വളരെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള എഫക്റ്റുകളുണ്ട്. കാരണം ഈ ഒരു ഫോഴ്സ് ആണ് ദാറ്റ് മേക്സ് ദ മെറ്റൽസ് സ്ട്രോങ്. മെറ്റൽസിനെ റിജിഡ് ആക്കിയിട്ട് സ്ട്രോങ് ആക്കി നിർത്തുന്നത് ഈ ഡിജനറസി പ്രഷറാണ്. കുറച്ചും കൂടെ വലിയ സ്റ്റേറ്റിലേക്ക് പോകുകയാണെങ്കിൽ വൈറ്റ് ഡ്വാർഫിനെ സ്റ്റേബിൾ ആക്കി നിർത്തുന്നത്, ന്യൂട്രോൺ സ്റ്റാറിനെ സ്റ്റേബിൾ ആക്കി നിർത്തുന്നത് ഒക്കെയും ഈ പറയുന്ന ഇത്രയും എന്താ പറയുക മാക്രോസ്കോപ്പിക് സ്കെയിലിൽ വരെ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഈ പ്രഷറാണ്. സോ ദിസ് ഇസ് നൈദർ ഐ മീൻ ഈ പറയുന്ന ഒന്ന് ഇതിനെ ഇങ്ങനത്തെ ഫോഴ്സുകൾ നമ്മൾ പറയാം ഒരുതരം എമേർജിങ് ഫോഴ്സുകളാണ്. കാരണം ഒരു പാർട്ടിക്കിൾ മാത്രം ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാവില്ല, രണ്ടാമത്തെ പാർട്ടിക്കിൾ കൂടെ വരുന്ന സമയത്താണ് ആ ഫോഴ്സ് ജനറേറ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇലാസ്റ്റിസിറ്റി പോലെ അത് ഒരു എമർജിങ് കൈൻഡ് ഓഫ് ഫോഴ്സ് ആയിട്ടാണ് ഈ സംഗതികളൊക്കെ വരിക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ആൻറ്റിസിമെട്രിക് കോമ്പിനേഷൻ്റെ രണ്ട് പാർട്ടിക്കിൾസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫെർമിയോൺസ് വരുന്ന സമയത്ത് സംഭവിക്കുന്നത്. സോ ദിസ് ഈസ് അവർ ഫെർമിയോണിക് സിസ്റ്റം. ഈ ഫെർമിയോൺ സിസ്റ്റത്തിൻ്റെ അടുത്ത സ്റ്റേറ്റുകൾ എഴുതാൻ അല്ലെങ്കിൽ ഈ പറയുന്ന പല സ്റ്റേറ്റുകൾ എഴുതാൻ നമുക്ക് വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ലേറ്റർ ഡിറ്റർമിനന്റ് എന്നാണ്. സ്ലേറ്റർ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതുക എന്നുള്ള സംശയങ്ങൾ നമുക്ക് വരാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നതാണ് സ്ലേറ്റർ ഡിറ്റർമിനന്റ്. അപ്പോൾ ഇപ്പോൾ എഴുതിയ സാധനത്തിന് തന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു ഡിറ്റർമിനന്റ് ആക്കി എഴുതാം. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് എസ് എ ഡിറ്റർമിനന്റ് ആസ് ഈക്വൽ ടു 1/√2 ഇൻറ്റു നോക്ക് ഈ പാർട്ടിക്കിൾ psi1 of x1 and psi2 of x1, psi1 of x2, psi2 of x2. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ഈ വരുന്ന സാധനം. നമുക്ക് 1/√2 ഇൻറ്റു psi1 x1 ഇൻറ്റു psi2 x2, psi1 x1 ഇൻറ്റു psi2 x2 ആണ് ഈ കിടക്കുന്നത് അല്ലേ. മൈനസ് ഡിറ്റർമിനൻ്റ് ഒരു മൈനസ്, യു ഹാവ് എ psi2 x1 ഇൻറ്റു psi1 x2, psi2 x1 ഇൻറ്റു psi1 x2 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡിറ്റർമിനൻ്റ് ആക്കി എഴുതാം. ഓക്കെ, സോ ബേസിക്കലി ഇറ്റ് ഇസ് നോട്ട് 1/√2, ഇറ്റ് ഇസ് ബേസിക്കലി 1/√2 factorial because 2 factorial itself is 2. So in a general expression we need to write a 1/√n factorial. Okay, അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എഴുതാം. ജനറൽ എക്സ്പ്രഷൻ ഓഫ് n particles. Okay, this is x1 x2 x3 up to xn പാർട്ടിക്കിൾസിനുള്ള പാർട്ടിക്കിൾസ് വരുന്ന സമയത്ത്
So we have n particles. This is equal to 1 by square root of n into ഇവിടെ എന്ത് വരും psi1 of x1 psi2 of x1 എന്നുള്ളത് മാറിയിട്ട് psi1 of x1 psi2 of x1 psi3 of x1 etc. Next is psi2 of x1 psi2 of sorry psi2 of x2 psi2 sorry psi1 of x2 like psi1 of x2 psi2 of x2 psi3 of x2 etc. Next is psi1 of x3 psi2 of x3 psi3 of x3 etc. Last one will be psi n of sorry psi1 of xn and the last term will be psi n of xn. Okay. അങ്ങനെയുള്ള ഒരു n by n ഡിറ്റർമിനൻ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു വേവ് ഫംഗ്ഷൻ എഴുതാം. ഓക്കെ. So as a homework I'm giving you just write a 3 particle wave function. ഒരു 3 particle wave function ഒന്ന് എഴുതി നോക്കി നിങ്ങൾ. ഒരു 3 particle wave function that is psi of 3 particles of x1 x2 and x3 വരുന്നത് ഇങ്ങനെ വരും. ഇവിടെ എന്ത് വരും? ഈ n ഫാക്ടോറിയൽ 1 by root 3 ഫാക്ടോറിയൽ എന്ന് വരും. So you have a determinant of a 3 by 3 matrix അല്ലേ? ഒരു 3 by 3 matrix വരും. അതിൻ്റെ പല പല ടേമുകൾ എഴുതാം. എത്ര ടേം ഉണ്ടാവും? എത്ര ടേം ഉണ്ടാവുള്ളൂ? എത്രയാണ്? 9 ആണോ? മെട്രിക്സിൻ്റെ ഉള്ളിൽ 9 ടേം. ഞാൻ ചോദിക്കുന്നത് സൂപ്പർ പൊസിഷൻ ആയിട്ട് എഴുതുന്ന സമയത്തെ എത്ര 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 3 അല്ല, 3യുടെ ഉള്ളിൽ കുറച്ചും കൂടി ടേം ഉണ്ട്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം കാരണം വേവ് ഫംഗ്ഷൻ്റെ 3 പ്രൊഡക്റ്റുകളുള്ള വേവ് ഫംഗ്ഷനുകൾ ഉണ്ടാവാം. ഒരു x1ൻ്റെ വേവ് ഫംഗ്ഷൻ x2ൻ്റെ വേവ് ഫംഗ്ഷൻ x3യുടെ വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളുള്ള എത്ര ടേമുകൾ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത്. പ്ലസ് ഓർ മൈനസ് എത്ര, പ്ലസ് ഓർ മൈനസ് എത്ര, ഇങ്ങനെ എത്ര ടേം ഉണ്ടാവും? ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഇത് പറയാം. അതായത് ഇപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ 2 പാർട്ടിക്കിളിൻ്റെ പ്രൊഡക്റ്റുകളാണ് അല്ലേ? 2 പാർട്ടിക്കിൾ പ്രൊഡക്റ്റുകളുടെ 2 ടേമുകളാണ് ഉള്ളത്, 2 ടേം. അതുപോലെ ഇവിടെ 3 പാർട്ടിക്കിൾ വേവ് ഫംഗ്ഷൻ പ്രൊഡക്റ്റുകളായിരിക്കും. അങ്ങനത്തെ എത്ര ടേമുകൾ ഉണ്ടാവും ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് 3 പാർട്ടിക്കിൾ ഫെർമിയോണിക് സിസ്റ്റം? നോക്കിയല്ല അറിയാം. നോക്ക് ഇവിടെ നോക്ക്. സോ ഫസ്റ്റ് psi1 of x1 ഇൻറ്റു psi2 x2 ഇൻറ്റു psi3 x3 മൈനസ് psi3 x2 ഇൻറ്റു psi2 x3 ഇതല്ലേ ടേം വരാം. അപ്പോൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ തന്നെ 1 ഇൻറ്റു 2 ടേം, അപ്പം മൊത്തം 2 ടേം വരും. ഇവിടെയും ഇത് ഇൻറ്റു 2 ടേം വരും, ഇത് ഇൻറ്റു 2 ടേം, മൊത്തം 6 ടേമുകൾ ഉണ്ടാവും. എല്ലാറ്റിൻ്റെയും ഡിനോമിനേറ്ററിൽ 1/√6 ആണ്. നോക്കുക, ആ 1/√6ഉം ആ 6ഉം തമ്മിൽ ബന്ധമുണ്ട്. കാരണം എല്ലാം ഈക്വൽ പ്രോബബിലിറ്റി ആയതുകൊണ്ടാണ് 1/√6 വന്നത്. 6 ടേമുകൾ എല്ലാം ഈക്വൽ പ്രോബബിലിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് 1/√6 വരുന്നത്. നേരത്തെ ഇവിടെ 2 ടേമുകൾ എല്ലാം ഈക്വൽ പ്രോബബിലിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ 1/√2 വന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണോ? ത്രീ പാർട്ടിക്കിൾ എഴുതുകയാണോ നിങ്ങൾ ഇപ്പം? ഓക്കെ, 6 കണ്ടില്ലായിരുന്നു. ഓക്കെ,
അടുത്ത് പറയട്ടെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാണോ ഇതിൻ്റെ കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് പാർട്ടിക്കിളിൻ്റെ ആണെങ്കിൽ ഈ സൈ ഓഫ് x1 x2 എന്ന് പറയുന്ന സ്പേഷ്യൽ വേവ് ഫംഗ്ഷൻ മാത്രമാണോ, അതല്ലെങ്കിൽ അതിൻ്റെ സ്പിന്നിന് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ സ്പിന്നിന് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ ആരില്ല, ഈ സ്പിന്നില്ല. സ്പിന്നിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ കൈ എന്ന് പറയുന്ന സ്പിൻ വേവ് ഫംഗ്ഷൻ വിത്ത് റെസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ S1 ആൻഡ് S2. ഓക്കെ, പാർട്ടിക്കിൾ 1ൻ്റെ 2ൻ്റെ സ്പിന്നുകൾ കൂടെ ചേർക്കുന്ന ഒരു സ്പൈനർ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആരെ എഴുതുന്നത്, ടോട്ടൽ വേവ് ഫംഗ്ഷന് എഴുതുന്നത്. ഓക്കെ, ഇപ്പം കഥ കുറച്ചും കൂടെ മാറി. നമ്മൾ നേരത്തെ പറഞ്ഞത് സ്പിന്നിനെ ഉൾപ്പെടുത്താത്ത കാര്യമാണെന്ന് പറഞ്ഞത്. സ്പിന്നിനെ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഇത് എങ്ങനെ വരും എന്നുള്ളതും കൂടെ നമുക്ക് നോക്കണം. ഓക്കെ, സ്പിന്ന് വരുന്ന സമയത്ത് രണ്ടും സ്പിൻ ഹാഫുകളാണ് അല്ലേ. ഇപ്പം ഈ ഫെർമിയോൺസിന്റെ കേസ് ആണെങ്കിൽ ഡു ഹാവ് എ സ്പിൻ ഹാഫ്. രണ്ട് ഇലക്ട്രോൺസിന്റെ കേസ് ആണെങ്കിൽ ദാറ്റ്സ് എ സ്പിൻ ഹാഫ് സിസ്റ്റം. ഓക്കെ, സോ ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് എ 2 ഇലക്ട്രോൺ സിസ്റ്റം, സ്പിൻ ഇലക്ട്രോൺ സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് രണ്ട് സ്പിൻ ഹാഫുകളാണ് ഉള്ളത്. ഓക്കെ, ഈ രണ്ട് സ്പിൻ ഹാഫുകളുടെ കമ്പൈൻഡ് സ്പിന്ന് നമുക്ക് എന്താവാം, ഒന്നുകിൽ 0 ആവാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു 1 0. ഓക്കെ, ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. ഓക്കെ, 0 ആണെങ്കിൽ അതിനൊരു സെറ്റ് കമ്പോണൻ്റ് ഉള്ളൂ 0, 1 ആണെങ്കിൽ അതിന് 3 കോമ്പിനേഷൻ ഉണ്ട്, 1 0 -1. ഓക്കെ, നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് 0 സ്പിന്നിനെ നമ്മൾ എന്താ വിളിക്കുക, രണ്ട് ഇലക്ട്രോണിൻ്റെ സ്പിന്നുകൾ ചേർന്നിട്ട് ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റം 0 ആവുന്ന സിസ്റ്റം ഉണ്ടാവും, ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റം 1 ആവുന്ന സിസ്റ്റം ഉണ്ടാവും. നമ്മൾ 0 എന്നുള്ളതിനെ എന്ത് വിളിക്കും, 1 എന്നുള്ളതിനെ എന്ത് വിളിക്കും, പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. എന്താ പറയാ, സിംഗ്ലെറ്റും ട്രിപ്ലെറ്റും. സോ ദിസ് ഈസ് അവർ സിംഗ്ലെറ്റ് ആൻഡ് ദിസ് ഈസ് അവർ ട്രിപ്ലെറ്റ്. അന്ന് ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ എഴുതിയപ്പം ചിലത് സിമെട്രിക് ആയിട്ടും ചിലത് ആൻറ്റി സിമെട്രിക്കും ആയിട്ടാണ് എഴുതിയത്. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ചിലത് ഏതാണ് സിമെട്രിക് ആയിട്ട് എഴുതിയത്, ഏതാണ് ആൻറ്റി സിമെട്രിക് ആയിട്ട് എഴുതിയതെന്ന് ഓർമ്മയുണ്ടോ? അതായത് ഇത് രണ്ടും വളരെ ട്രിവിയലാണ്, 1 1 -1. കാരണം 1 1 എന്ന് പറയുന്നത് രണ്ട് അപ്പ് സ്പിന്നുകളുടെ കോമ്പിനേഷനാണ്. ഓക്കെ, അതിന് യാതൊരു തർക്കവുമില്ല. ഡൗൺ -1 എന്ന് പറയുന്നത് രണ്ട് ഡൗൺ സ്പിന്നുകളുടെ കോമ്പിനേഷനാണ്, അതിലും തർക്കമില്ല. ഓക്കെ, പക്ഷേ ഈ 0 വരാൻ എന്ത് ചെയ്യണം, ഒരു അപ്പും ഒരു ഡൗണും ചെയ്യണം. ഓക്കെ, അത് ആദ്യത്തെ അപ്പ് രണ്ടാമത്തെ ഡൗൺ ആണോ വേണ്ടത്, രണ്ടാമത്തെ അപ്പ് ആദ്യത്തെ ഡൗൺ ആണോ വേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ നിൽക്കും. അതുകൊണ്ട് അത് ഫസ്റ്റ് 1 അപ്പ് സെക്കൻഡ് 1 ഡൗൺ എന്നുള്ളതിൻ്റെ സിമെട്രിക് കോമ്പിനേഷൻ ഒരാൾക്കും ആൻറ്റി സിമെട്രിക് കോമ്പിനേഷൻ വേറൊരാൾക്ക് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഓർത്തോഗണലാക്കുക. ഓക്കെ, അതിൽ ട്രിപ്ലെറ്റ് ആരായിട്ട് വരും, സിമെട്രിക് കോമ്പിനേഷൻ ആയിട്ട് വരും, സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആയിട്ട് വരും. സിംഗ്ലെറ്റ് ആരായിട്ട് വരും, ആൻറ്റി സിമെട്രിക് കോമ്പിനേഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നോക്കൂ, രണ്ട് ഇലക്ട്രോണിൻ്റെ സ്പിന്നിനെ കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലും ഈ പറഞ്ഞ സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക് കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞത് പാർട്ടിക്കിൾസിൻ്റെ ഫെർമിയോൺസ് എപ്പോഴും ആൻറ്റി സിമെട്രിക് ആയിരിക്കണം എന്ന് പറഞ്ഞു. ആൻഡ് ഇഫ് യു ഇൻക്ലൂഡ് ദ സ്പിൻ, ഓക്കെ, സ്പിന്നും കൂടെ വരുന്ന സമയത്ത് നമുക്കറിയാം ദ കമ്പൈൻഡ് വേവ് ഫംഗ്ഷൻ ആരായാൽ മതി, കമ്പൈൻഡ് വേവ് ഫംഗ്ഷൻ ആൻറ്റി സിമെട്രിക് ആവണം, ഫെർമിയോൺസിന് ആൻറ്റി സിമെട്രിക് ആയാൽ മതി. ഓക്കെ, അതിനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ സ്പേഷ്യൽ പാർട്ട് സിമെട്രിക് ആവുന്ന സമയത്ത് ആർക്കാവാം, ഇതിന് ആൻറ്റി സിമെട്രിക് ആവാം. ഓക്കെ, അല്ലെങ്കിൽ സ്പേഷ്യൽ പാർട്ട് ആൻറ്റി സിമെട്രിക് ആവുന്ന സമയത്ത് ഇതെന്തായാൽ മതി, സിമെട്രിക് ആയാൽ മതി. ഈ രണ്ട് കോമ്പിനേഷനും റിസൾട്ടിങ് ഇൻ ടു ആൻ ആൻറ്റി സിമെട്രിക് കേസ്.
You cannot have a both are symmetric. If both are symmetric, the resultant will be a symmetric one. If both are anti-symmetric, the resultant will be a symmetric one. Okay. സോ അതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷനെ ഫെർമിയോൺസിന് സ്പിന്നും കൂടെ ചേരുമ്പം പറ്റുകയുള്ളൂ. ഓക്കെ. സോ ദാറ്റ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പിന്നെ സ്പേഷ്യൽ വേവ് ഫംഗ്ഷൻ ആന്റിസിമെട്രിക് ആണെന്നാണ് പറഞ്ഞത്. എന്താ കാരണം? സ്പിൻ ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ. ആ ആന്റിസിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള സ്പിൻ പാർട്ട് ഡെഫിനറ്റ് ആയിട്ടും ആരായിരിക്കണം? സിമെട്രിക് ആയിരിക്കണം. അഥവാ അത് ഈ ട്രിപ്ലെറ്റ് കോമ്പിനേഷൻ ആയിരിക്കണം. ട്രിപ്ലെറ്റ് കോമ്പിനേഷൻ ആയിരിക്കണം. ഓക്കെ. നമ്മൾ നേരത്തെ എഴുതിയ ഇലക്ട്രോണിൻ്റെ ഈ വേവ് ഫംഗ്ഷൻ്റെ കൂടെ സ്പിന്നും കൂടെ വന്നാൽ ആ സ്പിന്ന് ഡെഫിനറ്റ് ആയിട്ടും ആരായിരിക്കും? ഒരു ട്രിപ്ലെറ്റ് കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ. ഇനി തിരിച്ച് വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആരെ എഴുതാം? പാർട്ടിക്കിൾസിൻ്റെ സ്പേഷ്യൽ വേവ് ഫംഗ്ഷൻ എനിക്ക് വേണമെങ്കിൽ സിമെട്രിക് എഴുതാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടിക്കിൾ ഒന്നിലിരിക്കുന്ന പോലെ എഴുതാം, ബോസോണിന് എഴുതിയ പോലെ എഴുതാം. പക്ഷേ അപ്പം ഈ സ്പിൻ പാർട്ട് നിർബന്ധമായിട്ടും ആരായിരിക്കണം? സിംഗ്ലറ്റ് ആയിരിക്കണം. സിംഗ്ലറ്റ് കോമ്പിനേഷൻ ആയിരിക്കണം. ഓക്കെ, റൈറ്റ്. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്പിന്നും കൂടെ ചേർത്തിട്ട് ഈ ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ, ഇത് ഞാൻ ഇലക്ട്രോണിൻ്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ ദ കേസ് ഓഫ് എ ബോസോൺ you can always have this wave function should be symmetric one. സിമെട്രിക് വണ്ണിൽ രണ്ടും സിമെട്രിക് ആണ് സാധാരണ പറയാറ്. സ്പിൻ ഫംഗ്ഷനും സിമെട്രിക്, സ്പേഷ്യൽ ഫംഗ്ഷനും സിമെട്രിക് ഉള്ള കോമ്പിനേഷനാണ് ബോസോൺ എന്ന് പറയാറ്. ബട്ട് നമ്മുടെയൊക്കെ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഫിസിക്കൽ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹീലിയം ആറ്റം, ഹൈഡ്രജൻ മോളിക്യൂൾ, ഇവിടെയൊക്കെ നമുക്ക് ഫെർമിയോൺസിൻ്റെ കളിയാണ് വരുന്നത്. വി വിൽ നോട്ട് ഡീൽ വിത്ത് ബോസോൺസ് റെഗുലർലി ഹിയർ. കാരണം ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന സബാറ്റോമിക് പാർട്ടിക്കിൾസ് എല്ലാവരും ഫെർമിയോൺസ് ആയതുകൊണ്ട് ഫെർമിയോണിക് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനുകളും ആന്റിസിമെട്രിക് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനുകളുടെ ഏറും കളിയാണ് നമ്മൾ ഇനിയുള്ള എല്ലാറ്റിലും ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാവുന്നത് വേവ് ഫംഗ്ഷൻ, സ്പേഷ്യൽ വേവ് ഫംഗ്ഷൻ സിമെട്രിക് ആണെങ്കിൽ നിർബന്ധമായും അതിൻ്റെ സ്പിൻ വേവ് ഫംഗ്ഷൻ ആന്റിസിമെട്രിക് ആയിരിക്കണം. ആന്റിസിമെട്രിക് ആയ സ്പിൻ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആരാണ്? സിംഗ്ലറ്റ് കോമ്പിനേഷനാണ് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ. ഈ ഇലക്ട്രോൺസ് മാത്രമല്ല, ഏത് രണ്ട് സ്പിൻ ഹാഫ് ചേർത്താലും ഈ പറയുന്ന സിംഗ്ലറ്റും ട്രിപ്പിലറ്റും ഉണ്ട്. ഇപ്പോൾ രണ്ട് ന്യൂക്ലിയോൺസിൻ്റെ കേസിലും സിംഗ്ലറ്റും ട്രിപ്പിലറ്റും ഉണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും സ്പിൻ ഹാഫ് ആണ്. അവർക്കും ഇതുപോലെ സ്പിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് എ സിംഗ്ലറ്റ് ആൻഡ് ട്രിപ്പിലറ്റ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ന്യൂക്ലിയർ ഫിസിക്സ്. ഓക്കെ. അതേപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെ കേസിലും. അപ്പോൾ അതുകൊണ്ട് സിമെട്രിക് ആയിട്ടുള്ള വേവ് ഫംഗ്ഷന് ആന്റിസിമെട്രിക് ആയിട്ടുള്ള സ്പിൻ പാർട്ടായിരിക്കും, ആന്റിസിമെട്രിക് ആയിട്ടുള്ള വേവ് ഫംഗ്ഷന് സിമെട്രിക് ആയിട്ടുള്ള സ്പിൻ പാർട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഹീലിയം ആറ്റം എന്ന് പറയുന്ന പ്രോബ്ലം. അപ്പോൾ ആറ്റം ആവുന്ന സമയത്ത് അതിൽ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും, അല്ലെ? ഹീലിയം ആറ്റത്തിന് ഒരു ന്യൂക്ലിയസും 2 ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ആ 2 അതിൻ്റെ മൊത്തത്തിലുള്ള വേവ് ഫംഗ്ഷൻ എഴുതാം. ഹൈഡ്രജൻ ആവുന്ന സമയത്ത് ആ പ്രശ്നമില്ല, ഒരു പാർട്ടിക്കിളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉള്ള ഒരു ഫിസിക്കൽ എക്സാമ്പിൾ എന്ന നിലയിലാണ് നമ്മൾ ആരെ നോക്കുന്നത്? ഹീലിയം ആറ്റത്തിനെ നോക്കുന്നത്. ഓക്കെ. So helium atom must have a nucleus and you have 2 electrons. 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഈ ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ്, ഞാൻ റെഫർ ചെയ്യുന്ന പുസ്തകം എന്ന് പറയുന്നത് ഗ്രിഫിത്തിൻ്റെ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഓക്കെ. അപ്പോൾ അതിൽ 2 സ്ഥലങ്ങളിൽ നമ്മുടെ സിലബസിലും 2 സ്ഥലങ്ങളിൽ നമ്മൾ ഹീലിയം ആറ്റത്തിനെ നോക്കുന്നുണ്ട്. ഹീലിയം ആറ്റത്തിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് വാരിയേഷൻ പ്രിൻസിപ്പിൾ ഉള്ള ചാപ്റ്ററിലാണ്, ചാപ്റ്റർ നമ്പർ 7-ലാണ്. ഓക്കെ. ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഹാമിൽട്ടോണിയൻ എഴുതിയിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് സ്ട്രക്ചർ മാത്രമേ പറയുള്ളൂ. ഞാൻ അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഹീലിയം ആറ്റുന്ന സമയത്ത് നമുക്ക് 2 കോർഡിനേറ്റ്സ് വേണ്ടി വരും. ആ 2 കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് പാർട്ടിക്കിൾ 1ലേക്കുള്ള ഒരു കോർഡിനേറ്റ്, പാർട്ടിക്കിൾ 2ലേക്കുള്ള ഒരു കോർഡിനേറ്റ്. ഓക്കെ. പിന്നെ പാർട്ടിക്കിൾ 1ഉം 2ഉം കൂടിയുള്ള വേറൊരു കോർഡിനേറ്റ്. ദാറ്റ് യു ക്യാൻ ഡിസ്ക്രൈബ് in terms of this R1 and R2. ഓക്കെ. സോ this is particle 1. If I am labeling, this is particle 1 and particle 2. This is vector R1 and this is vector R2. Okay. And this one is a modulus of R1 and this R2. Okay. So this is the nucleus. So nucleus il endokke saanangal undu? What is the charge of this nucleus? Helium atominte nucleus inde charge ethrayana? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചാർജ് എത്രയാണ്? +E ആണ്. ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ഹീലിയം ആറ്റാകുമ്പോഴോ 2 പ്രോട്ടോൺ ഉണ്ടാവും. സോ യു ഹാവ് 2E ഈസ് ദി ചാർജ് ഓഫ് ദിസ് പ്രോട്ടോൺ. ആൻഡ് ഇവരുടെ രണ്ടുപേരുടെ ചാർജ് -E ആൻഡ് -E റെസ്പെക്റ്റീവ്ലി.
ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാമിൽട്ടോണിയൻ ഒന്ന് എഴുതുന്ന സമയത്ത് എങ്ങനെ വരും? രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ അതുകൊണ്ട് അതിൻ്റെ കൈനറ്റിക് എനർജി ഹാമിൽട്ടോണിയൻ എഴുതുകയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആദ്യം -h⁻² / 2m പാർട്ടിക്കിൾ 1ൻ്റെ ഡെൽ ഓപ്പറേറ്റർ ഉള്ളൊരു ഡെൽ 1². ഓക്കെ. പിന്നെയും -h⁻² / 2m പാർട്ടിക്കിൾ 2ൻ്റെ ഡെൽ ഓപ്പറേറ്റർ. ഇത് ഒരു 1 ഡയമെൻഷണൽ പ്രോബ്ലം അല്ല, അതൊരു 3 ഡയമെൻഷണൽ പ്രോബ്ലം ആണ്. അതുകൊണ്ട് സിംപ്ലി എക്സ്റ്റെൻഡ് ഇൻ ടു ഡെൽ ആക്കി മാറ്റി. ഓക്കെ. ∂/∂x1 എന്നുള്ളതിൻ്റെ സ്ഥലത്താണ് ഇവിടെ del 1 എന്നുള്ള സാധനം ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എനർജികൾ ആണ്. ഓക്കെ. എന്തായിരിക്കും ആദ്യത്തെ പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി? ക്യാൻ എനിവൺ ടെൽ മീ? ഇതിൻ്റെ ഈ പാർട്ടിക്കിൾ 1ൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? -E1 Q1 Q2 അല്ലേ? 1/4πε0 Q1 Q2/r ആണ് അല്ലേ? അപ്പോൾ എന്തെന്നാ വരിക അവിടെ? ന്യൂമറേറ്ററിൽ ഹൈഡ്രജൻ ആണെങ്കിൽ -E²/r വരും, r അല്ലേ? ഇവിടെ എന്ത് വരും? Exactly, that is -2E²/4πε0 r1 വരും. Similarly, you have another term that is -2E²/4πε0 r2. ഓക്കെ. ഇത് ഇത്രയും ഹാമിൽട്ടോണിയൻ മാത്രമാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പം ഈ ടേമിനെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ, ഇതിനെ ടേമിനെ ഈ കൈനറ്റിക് എനർജി കൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു പാർട്ടിക്കിൾ മാത്രം ഉണ്ടാവുന്ന സമയത്തുള്ള ടോട്ടൽ എനർജി, ഇതും കൂടെ ക്ലബ് ചെയ്ത് പറയുകയാണെങ്കിൽ പാർട്ടിക്കിൾ 2ൻ്റെ മാത്രം എനർജി. ഓക്കെ. സപ്പോസ് ഐ ആം മാസ്കിങ്, ഇതിനെ മാസ്ക് ചെയ്തിട്ട് ഇത് മാത്രം നോക്കുകയാണെങ്കിൽ ഇത്രയും എനർജി ഉണ്ടാവും. ഇതിനെ മാസ്ക് ചെയ്തിട്ട് ഇതിനെ മാത്രം നോക്കുകയാണെങ്കിൽ ഇത്രയും എനർജി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത് രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ മോഡലുകളാണ്. ഇതിനെ കൂടാതെ ഈ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ കൂടെ ഇവിടെ വരും. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പെർട്ടർബേഷൻ തിയറി പഠിച്ചപ്പോൾ ഇത്രയും കാര്യം സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഇൻ്ററാക്ഷൻ ടേമിനെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം? അതിനൊരു പെർട്ടർബേഷൻ ആക്കി ട്രീറ്റ് ചെയ്യാവുന്നതാണ്. സോ യു ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു സോൾവ് ദാറ്റ്. ഓക്കെ. സോ ഓഫ് കോഴ്സ് there is an electrostatic repulsion term between these two രണ്ട് ഇലക്ട്രോൺസ് തമ്മിലുള്ള ഒരു പ്ലസ് ടേം ഉണ്ടാവും. ഇത് അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ അല്ല, ഒരു റിപ്പൽസീവ് പൊട്ടൻഷ്യൽ ആയിട്ട് ഒരു പ്ലസ്, വേറെ കളർ വയ്ക്കാം, ഒരു പ്ലസ് എന്താ ഉണ്ടാവുക? യു ഹാവ് 1/4πε0 E² ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r1 - r2. ഇങ്ങനെ ഒരു ടേം കൂടെ ഇൻറ്ററാക്ഷൻ ആയിട്ട് അതിൻ്റെ കൂടെ വരും. ഓക്കെ. സോ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നീട് ഇത് പറയുന്നത്. തൽക്കാലത്തേക്ക് ഈ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ ആരെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല, ഈ പറയുന്ന ഈ ടേമിനെ കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. ഈ ടേമിനെ കുറിച്ച് ബോധർ ചെയ്യാതെ ഇവരെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ചെയ്തത്. ഓക്കെ. അപ്പോൾ നോക്കൂ, നമുക്ക് ഇവിടെ ഇതിനെ ഹൈഡ്രജൻ ലൈക്ക് ആക്കി എടുത്ത് ഇതിൻ്റെ എനർജികൾ എഴുതാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്ന സമയത്ത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജിയിൽ നിന്ന് ഇതിൻ്റെ എനർജിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബേസിക് ഡിഫറൻസ് എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? അതായത് സപ്പോസ് ദിസ് ഈസ് ദി ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഞാൻ രണ്ട് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ഇതിനെ ഒഴിവാക്കിയിട്ട് ഇത് മാത്രമാണ്, ഇത് ന്യൂക്ലിയസ് ആണ്, അതൊരു ഹൈഡ്രജൻ ആറ്റം പോലെ തന്നെയായി. എനർജി നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പോലെ തന്നെ എഴുതാം. പക്ഷെ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. എന്താണ് ആ വ്യത്യാസം? പാർട്ടിക്കിൾ 2നെ ഒഴിവാക്കിയിട്ട് പാർട്ടിക്കിൾ 1നെ മാത്രം എടുത്താൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമായി അല്ലേ? അതിൻ്റെ എനർജി എനിക്ക് ഹൈഡ്രജനെ പോലെ തന്നെ എഴുതാം, ഒരു ന്യൂക്ലിയസും ഒരു ഇലക്ട്രോണും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒഴിവാക്കിയിട്ട് ഇതിനെ മാത്രം എടുക്കാം. അപ്പം അതാണ് ആക്ച്വലി ഈ 4 ടേമുകൾ എഴുതിയിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തുമ്പോഴാണ് ആര് വരുന്നത്? ഈ നീല ടേം ഇവിടെ വരുന്നത്. ഓക്കെ.
അപ്പോൾ ഇഫ് യു ആർ ആക്ച്വലി നെഗ്ലക്റ്റിംഗ് ദിസ് ബ്ലൂ ടേം, ദിസ് ഇസ് ദ ഇൻറ്ററാക്ഷൻ ടേം. ഓക്കെ, ഈ ഇൻറ്ററാക്ഷൻ ടേം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഇൻഡിപെൻഡൻറ്റ് പാർട്ടിക്കിൾ മോഡലുകളാക്കി ട്രീറ്റ് ചെയ്യാം. ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇവിടുത്തെ ഒരു സിംഗിൾ പാർട്ടിക്കിൾ മോഡലിനുള്ളത്? Anybody? ഹൈഡ്രജനെ പോലെ തന്നെയാണോ? അതേ കാൽക്കുലേഷൻ തന്നെയാണോ? ഒരു വ്യത്യാസവും ഇല്ല? എന്തെങ്കിലും നമ്പറിൽ വ്യത്യാസം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലാവുന്നില്ല? ഞാനിത് ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഒന്ന് ആലോചിക്കടോ. എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഹൈഡ്രജൻ്റെ ഹാമിൽട്ടോണിയിൽ നിന്ന് ഇതിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എക്സ്ട്രാ ആയിട്ട് എന്താണ് ഉള്ളത്? യെസ്, ഏത് ചാർജിൻ്റെ? ന്യൂക്ലിയസിൻ്റെ ചാർജ് 1 അല്ല, എന്താണ്, 2 ആണ്. എക്സാക്ട്ലി 2 എന്നതാണ്. നൈസ്. അതായത് ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയത് വെറും E² ആണ്, ഇവിടെ എന്തായി? 2E² ആയി. ഓക്കെ, സോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രോബ്ലത്തിൽ എവിടെയൊക്കെ E² ഉണ്ടോ അതിനെയൊക്കെ നിങ്ങൾ 2E² വെച്ച് മാറ്റിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ട് സിസ്റ്റങ്ങളുടെ എനർജി കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എന്താണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ E²? അപ്പോൾ നമുക്ക് വേണ്ടത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി മാത്രമാണ്. ആ എനർജിയിൽ E² പകരം ഞാൻ 2E² വെച്ചാൽ എന്തുണ്ടാവും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വീട്ടിൽ പോയി നോക്കണ്ട, ഞാൻ തന്നെ പറയാം. ഹൈഡ്രജൻ ആറ്റം എടുക്കട്ടെ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ഇൻ യൂണിറ്റ്സ് ഓഫ് E² നോക്കി. ഓക്കെ, നമ്മൾ -13.6/n² എന്നാണ് പറയാറ്. അതിൻ്റെ മുൻപ് ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു എനർജി എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷൻ ഏകദേശം ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു E, ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ E1 ഇസ് ഈക്വൽ ടു -m/2h² ഇൻറ്റു E²/4πε0 ദി ഹോൾ സ്ക്വയർ. ഈ സാധനമാണ് എത്രയാവുന്നത്? -13.6 ആവുന്നത്, 6 eV ആവുന്നത്. ഓക്കെ, സോ ബേസിക്കലി En ഇസ് ഈക്വൽ ടു ദിസ് -13.6 eV/n², അല്ലെങ്കിൽ ഇത് ഡിവൈഡഡ് ബൈ ഇത് n ആവുന്ന സമയത്ത് ഇത് ഡിവൈഡഡ് ബൈ n² എന്നാണ് വരിക. ഓക്കെ, നോക്കൂ, വാട്ട് ഹാപ്പൻസ് ഇഫ് E² ചേഞ്ചസ് ടു 2E²? E² 2E² ആകുമ്പോൾ എനർജി എന്തായിട്ട് മാറും? ഹൗ മച്ച് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ്? -13.6 eVയോടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? When E² changes to 2E², 4 multiplied over, exactly. So that is what we are going to do here. Okay, അപ്പം നമുക്ക് ഈ ഒരു ഹാമിൽട്ടോണിയനിൽ നമുക്കതിൻ്റെ എനർജി എഴുതാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എനർജി ഈസ് ഈക്വൽ ടു ആദ്യത്തേൻ്റെ എനർജി En1 പ്ലസ് രണ്ടാമത്തിൻ്റെ എനർജി En2. ഹൈഡ്രജൻ പോലെയാണെങ്കിൽ, പക്ഷേ ഹൈഡ്രജൻ്റെ എനർജി എടുത്തിട്ട് അതിനെ എന്തെഴുതണം? അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ എത്ര കിട്ടും? 4 ഇൻറ്റു -13.6 പ്ലസ് -13.6. സോ വാട്ട് ഈസ് ദി ആൻസർ? എത്ര വരാം? പെട്ടെന്ന് പറ. അത്രയും ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. എത്രയത്?
ഇല്ലടോ. Exactly. So roughly it is minus 108.8 E. Okay. പക്ഷേ പക്ഷേ ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ്. പക്ഷേ ഹീലിയത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് ഏകദേശം മൈനസ് 78.975 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, എന്തായിരിക്കും അപ്പോൾ പ്രശ്നം? -108 ആണ് നമുക്ക് കിട്ടിയത്. എങ്ങനെ ചെയ്തപ്പം? രണ്ട് പാർട്ടിക്കിൾസിന്റെ ഇൻഡിപെൻഡന്റ്. അപ്പം നമ്മൾ ഏതുവരെ എടുത്തിട്ടുള്ളൂ? ഇപ്പം ഇത്രയും ഭാഗം എടുത്തിട്ടുള്ളൂ. ശരിക്കും ആരും കൂടി ഉണ്ട്, ഈ സാധനം കൂടി ഉണ്ട്. അതിന്റെ സൈൻ എന്താ നോക്ക്, അതിന്റെ സൈൻ പ്ലസ് ആണ്. ഓക്കെ, സോ -108.8 കൂടെ ആഡ് ചെയ്യുന്ന ആ പ്ലസ് ക്വാണ്ടിറ്റി എക്സാക്ട്ലി ആര് കൊടുക്കുന്നതാണ്? ഈ ഇന്ററാക്ഷൻ ടേം കൊടുക്കുന്നതാണ്. അത് എത്രയാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കണ്ടിട്ട് പറയാം. ഈ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആണ് ആ ടേം. ഓക്കെ, സോ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി വാരിയേഷൻ പ്രിൻസിപ്പിളിൽ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? So here we are not dealing with the interaction term, but we will do this interaction when we study this variation principle. അത് കണ്ടുപിടിക്കുമ്പോൾ ഈ സമയത്ത് ഏകദേശം ഈ 108 - 78 എന്ന് പറയുമ്പോൾ റഫ്ലി അതൊരു എത്ര വരും? 30 അല്ലേ? ഒരു +30 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ അടുത്തല്ലേ വരിക? അത് അത്രയും ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് നമുക്ക് ആരെ കിട്ടും? ഈ പറയുന്ന ഹീലിയത്തിൻ്റെ interaction energy കിട്ടും. ഓക്കെ, ആൻഡ് മോർ ദാൻ ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്പിൻ, നമുക്ക് അതിൽ ഇപ്പം ആൻറ്റി സിമെട്രിക് ആണ് സ്പിൻ കോമ്പിനേഷൻ എങ്കിൽ അല്ലേ, ഇവിടുത്തെ സ്പിൻ കോമ്പിനേഷൻ പലതാവാം. ഇവിടുത്തെ സ്പിൻ കോമ്പിനേഷൻ എന്താവാൻ വേണമെങ്കിൽ ആൻറ്റി സിമെട്രിക് ആവാം. അതായത് സിംഗിളറ്റ് ആണെങ്കിൽ അതെന്താണ്? ആൻറ്റി സിമെട്രിക് ആണ്. ആ സമയത്ത് നമ്മൾ ഹീലിയത്തിന് വിളിക്കുന്ന പേര് പാരാഹീലിയം എന്നാണ്. പാരാഹീലിയം. ആൻഡ് ഇത് ട്രിപ്ലറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് അതിനെ ഓർത്തോഹീലിയം എന്നാണ് വിളിക്കുക. ഓർത്തോഹീലിയം. ഓക്കെ, മേ ബി ദിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ആ ഓർത്തോഹീലിയത്തിൻ്റെയും പാരാഹീലിയത്തിൻ്റെയും കൂടെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഇത് എഴുതി വെക്കണം. ഐഡിയ ഇസ് ഇത്രേ ഉള്ളൂ. ഇഫ് ദിസ് ഇസ് എ സിംഗിളറ്റ് കോമ്പിനേഷൻ ദെൻ യു ഹാവ് ഇറ്റ്സ് എ പാരാഹീലിയം, ഇറ്റ്സ് ട്രിപ്ലറ്റ്. കാരണം നമ്മൾ ഇത്ര നേരം അതിൻ്റെ സ്പിന്നിൻ്റെ കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല, എനർജിയിൽ കേട്ടോ. So there is a sufficient energy difference because this is either a para or a orthohelium ആ ഒരു സമയത്ത് ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയാണ് അതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് ഡിസ്കഷൻ അബൌട്ട് ഹീലിയം ആറ്റം ആൻഡ് അബൌട്ട് ഇതിൻ്റെ ഈ പറഞ്ഞ ടേം, ഈ നീല ടേമിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഇപ്പം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഐദർ യു യൂസ് വാരിയേഷൻ പ്രിൻസിപ്പിൾ ഓർ പെർട്ടർബേഷൻ തിയറി, അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാലേ നമുക്ക് അതിനെ എക്സാക്ട്ലി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഏകദേശം ആ എനർജിയുടെ വാല്യൂ നമുക്കറിയാം, അത് ഏകദേശം 30 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ അടുത്ത് വരും. ഓക്കെ, സോ തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുകയാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ ക്ലാസ്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് വാരിയേഷനെ ചേർത്തിട്ടുള്ള ആ ഹീലിയം ആറ്റത്തിൻ്റെ ഡെറിവേഷൻ്റെ കൂടെ ഒരു ക്ലാസ്സും കൂടെ വയ്ക്കാം. ഇന്നല്ല, മേ ബി നെക്സ്റ്റ് വീക്കിൽ വാരിയേഷൻ പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ക്ലാസ്, ഹീലിയം ആറ്റത്തിൻ്റെ മാത്രം ഒരു സ്പെഷ്യലായിട്ട് ഒരു ക്ലാസ് വയ്ക്കാം. ഹീലിയം ആറ്റത്തിൻ്റെ കൂടെ അവിടെ ഒരു സാധനം കൂടി, ഹൈഡ്രജൻ മോളിക്യൂൾ അയോൺ എന്ന് പറയുന്ന ഒരു എസ്സേ കൂടിയുണ്ട്. ഒന്നുമില്ല, അതിലാകെ ഫിസിക്സ് ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ പറയുന്ന 1/r1 - r2 ഇതാണ് ആ ഇൻ്റഗ്രലിൽ വരിക. അതിനെങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ആ എസ്സേയിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഫിസിക്സ് ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഈ പറയുന്ന ഒരു ടേം ഉണ്ടല്ലോ, ഈ ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 1/r1 - r2 ഒരു മോഡുലസ്, അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ആ എസ്സേയുടെ കാതൽ. ഓക്കെ, ഫിസിക്സ് ഇസ് സിംപ്ലി ഇത്രയും സാധനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, സോ ഇന്ന് നിർത്തട്ടെ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മാമസേ? ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് തരാം. സോ യു ക്യാൻ വാച്ച് ഇറ്റ് എഗെയിൻ ഇഫ് യു വാണ്ട്. അപ്പോൾ അതിൽ ചോദിക്കാം കേട്ടോ. നിർത്തട്ടെ.